ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? രസകരമായ ഒരു കഥയ്ക്ക് തയ്യാറാണോ? കഥയുടെ പേര് നേടിയെടുക്കുന്ന സ്വപ്നങ്ങൾ. ഒരു കാലത്ത് ഡ്രീംസ് വില്ലയിലെ മാന്ത്രിക ഭൂമിയിൽ കഥകൾ ഒത്തിരി പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കുട്ടികൾ താമസിച്ചിരുന്നു. അവരിൽ ഏറ്റവും അസാധാരണമായ ഭാവനയുള്ള സ്റ്റീവി എന്നു പേരുള്ള ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. സാഹസികതയും അദ്ഭുതവും നിറഞ്ഞ ദൂരദേശങ്ങളിലേക്ക് സുഹൃത്തുക്കളുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന കഥകൾ അദ്ദേഹത്തിന് നെയ്തെടുക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം സ്റ്റീവി തന്റെ തട്ടിൻ പുറത്തു ഒരു പഴയ ക്യാമറ കണ്ടെത്തി. അത് കണ്ടതും അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കത്തോടെ അതെടുത്തു. അവൻ പിന്നീട് മറ്റു കൂട്ടുകാരെല്ലാം വിളിച്ചു പറഞ്ഞു, നമുക്ക് നമ്മുടെ കഥകൾക്ക് ജീവൻ നൽകാൻ ഇനി സാധിക്കും. കാര്യം മനസ്സിലായപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഒത്തിരി സന്തോഷമായി. കുട്ടികൾ ഈ ആശയത്തിൽ ആവേശഭരിതരായി. പിന്നെ അവർ എല്ലാരും ചേർന്നു ഒരു കഥയെ സിനിമയാക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. അവർ പലയിടങ്ങളിൽ നിന്നും അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ കണ്ടെത്തിയതിൽ നിന്ന് വസ്ത്രങ്ങളും ഉപകരണങ്ങളും സൃഷ്ടിച്ചു. അവരുടെ കഥ ചിത്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ക്യാമറ ചിലപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ പ്രവർത്തിക്കില്ല, അവരുടെ താൽക്കാലിക സെറ്റുകൾ പലപ്പോഴും തകർന്നു. എന്നാൽ സ്റ്റീവി അവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു കൂടെ നിർത്തി. എല്ലാ മഹത്തായ സ്വപ്നങ്ങളും ആരംഭിക്കുന്നത് ഒരു സ്വപ്നക്കാരനിൽ നിന്നാണ്. ഓർക്കുക, നക്ഷത്രങ്ങളിലേക്ക് എത്താനും ലോകത്തെ പല വിധത്തിൽ മാറ്റാനുമുള്ള ശക്തിയും ക്ഷമയും അഭിനിവേശവും നമുക്കുണ്ട്. സ്റ്റീവിയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കുട്ടികൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. ടീം വർക്കും സ്ഥിരോത്സാഹവും ഉപയോഗിച്ച് അവർക്ക് ശരിക്കും മാന്ത്രികമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർ ഉള്ളിൽ തോന്നി. അവസാനം അവരുടെ കഥ ഒരു ചിത്രവിഷ്കരണമായി പൂർത്തിയായി. അവർ അതൊരു സിനിമ ഹാളിൽ പ്രദർശിപ്പിച്ചു. അത് മുഴുവനും തികഞ്ഞ ഒരു സിനിമ ആയിരുന്നില്ല, പക്ഷേ അത് ഇപ്പോഴും അവരുടേതായിരുന്നു. അത് അവരുടെ സ്വന്തം എന്ന് പറയാനുള്ള ഒരു തനിമ പ്രത്യേകമായി ഉണ്ടായിരുന്നു. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെ സിനിമ സൃഷ്ടിക്കാനുള്ള യാത്രയെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിഹാസ സംവിധായകൻ സ്പിൽബർഗിനെപ്പോലെ ആർക്കും വലിയ സ്വപ്നങ്ങൾ കാണാനും അവരുടെ ദർശനങ്ങൾ യാഥാർത്ഥ്യമാക്കാനും കഴിയും എന്നതാണ് കഥയുടെ ധാർമ്മികത. ഇത് കുട്ടികളെ സർഗ്ഗാത്മകതയുടെയും സഹകരണത്തിന്റെയും മൂല്യം പഠിപ്പിക്കുന്നു. അവർ നേരിടുന്ന വെല്ലുവിളികളെ പരിഗണിക്കാതെ അവരുടെ സ്വപ്നങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അങ്ങനെ ഭാവനയുടെ ശക്തിക്കും കഥപറച്ചിലിന്റെ മാന്ത്രികതയ്ക്കും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനും ആരെയും നക്ഷത്രങ്ങളിലേക്ക് എത്തിക്കാൻ അവരെ പ്രചോദിപ്പിക്കാനും കഴിയുമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്റ്റീവിയുടെയും സുഹൃത്തുക്കളുടെയും ചെറിയ സിനിമ ഡ്രീംസ് വില്ലയിലെ ഒരു നിധിയായി മാറി. അവിടെയാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ കഥ അവസാനിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സാഹസികത ആരംഭിക്കുന്നതേയുള്ളൂ. ഞങ്ങളുമായി ഒരുമിച്ചുള്ള ഈ സമയം ആസ്വദിച്ചെങ്കിൽ കൂടുതൽ മാന്ത്രിക കഥകൾക്കായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പോൾ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംബ്സ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് ഇപ്പോൾ തന്നെ പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ കഥകൾ ജീവസുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. അടുത്ത തവണ കാണും വരെ കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ.